നമുക്കൊരു സെൽഫ് ലവ് സെലിബ്രേഷൻ മെഡിറ്റേഷനിലേക്ക് പോകാം. ശാന്തസുന്ദരമായ ഒരു മുറി തിരഞ്ഞെടുക്കാം. കാറ്റുകൾ അകത്തേക്ക് വരുന്നുണ്ട്. നിങ്ങളെ ആരും തന്നെ ശല്യപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താം. മുറിയിലുകൾ സൈലന്റ് ആവുന്നു. കസേരയിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാം. ഇരിക്കുകയാണെങ്കിൽ കൈകൾ മടിയിൽ വെച്ച് മേലോട്ട് വെക്കാം. കിടക്കുകയാണെങ്കിൽ കൈകൾ രണ്ടും ചേർത്ത് വെക്കാം. കണ്ണുകൾ അടയ്ക്കുന്നു. ശ്വാസം മേലോട്ടെടുക്കുന്നു. അവിടെ തന്നെ നിലനിർത്താം. ശ്വാസം പുറത്തേക്ക് വിടുന്നു. വീണ്ടും ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. അവിടെ തന്നെ നിലനിർത്താം. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നു. വീണ്ടും ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. അവിടെ തന്നെ നിലനിർത്താം. ശ്വാസം പുറത്തേക്ക് വിടുന്നു. ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കാം. മറ്റു ചിന്തകൾ വന്നുകൊള്ളട്ടെ. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കാം. രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിലേക്ക് നോക്കി നിങ്ങളുടെ രൂപം, ഫേസ്, കണ്ണുകൾ, മൂക്ക്, ചുണ്ട്, ശരീരം എല്ലാം നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം, അതിനെ സ്നേഹിക്കാം. കണ്ണുകൾ സൂക്ഷിച്ച് നോക്കാം. കണ്ണുകളും ഫേസും എല്ലാം ആക്സെപ്റ്റ് ചെയ്യാം. ഇന്ന് നമുക്കൊന്ന് പുറത്ത് യാത്ര ചെയ്യാം. എന്നും പുറത്തു പോകുമ്പോൾ സ്വന്തം വാഹനങ്ങൾ അല്ലേ ഉപയോഗിക്കുക? കാറുകൾ, സ്കൂട്ടർ, അങ്ങനെ നിരവധി വാഹനങ്ങൾ. എന്നാൽ ഇന്ന് ഒരു പ്രൈവറ്റ് വാഹനത്തിലോ KSRTC ബസ്സിലോ യാത്ര ചെയ്യാം. ഇന്നത്തെ ദിവസം മൊത്തം പുറത്തുള്ള ഔട്ടിങ്ങാണ്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സന്തോഷിപ്പിക്കാം. കുളിച്ച് റെഡിയായി, ഡ്രസ്സൊക്കെ മാറി നിങ്ങൾ KSRTC ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യുകയാണ്. ബസ്സിലിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന അതിമനോഹരമായ സ്ഥലങ്ങളും മരങ്ങളും പച്ചപ്പ് നിറഞ്ഞ പൂക്കളും കിളികളും നിറയെ തെങ്ങി നിൽക്കുന്ന മനുഷ്യരും ബിൽഡിങ്ങുകളും
ഒക്കെ നിങ്ങൾ കാണും. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അത് കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് സന്തോഷിക്കാം. നിങ്ങൾ ടൗണിലിറങ്ങി ആദ്യം കാണുന്ന നല്ലൊരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആ ഹോട്ടലിൽ ചെന്ന് നിങ്ങൾക്ക് ഇഷ്ടമായ എന്താണോ അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ചപ്പാത്തി, മീൻകറി, എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ഓർഡർ ചെയ്യാം. അത് ഓർഡർ ചെയ്ത ശേഷം അത് കഴിക്കാം. ആ കറിയുടെ ആ ടേസ്റ്റും എരിവും അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാം. ആ കറിയുടെ പുളി കഴിക്കുമ്പോൾ എന്ത് രസമാണ്. അത് കഴിച്ചു കഴിഞ്ഞതിന് അവരോട് നന്ദി പറഞ്ഞ് ആ കർഷകർക്കും അതുണ്ടാക്കിയ കർഷകർക്കും അത് വെച്ചിരുന്ന ഹോട്ടൽ ജീവനക്കാർക്കും ദൈവത്തിനും എല്ലാവർക്കും നന്ദി പറഞ്ഞ ശേഷം നമുക്ക് അവിടുന്ന് ഒരു സിനിമയ്ക്ക് പോവാം. അവിടുന്ന് നടന്ന് ആ സിറ്റിയിലേക്ക് പോയി ഒരു തിയേറ്ററിലെത്തി. അവിടെ നല്ല തിരക്കാണ്. ആ തിരക്കിൽ ടിക്കറ്റ് കിട്ടിയപ്പോൾ ഒരു സീറ്റ് മാത്രമേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഫില്ലായിരുന്നു. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. നേരെ തിയേറ്ററിൻ്റെ അകത്ത് കയറി ഇരുന്നു. സിനിമ തുടങ്ങുന്നു. ആ സിനിമ നല്ല രസമായിരുന്നു. നല്ല കഥകളും പാട്ടുകളും ഇതൊക്കെ കണ്ട് വളരെയധികം ആസ്വദിക്കുകയും സന്തോഷിക്കുകയും കൈയടിക്കുകയും തുള്ളിച്ചാടുകയും പാട്ടിനൊത്ത് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. സിനിമ എന്ത് രസമായിരുന്നു. അത് കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിറങ്ങി നേരെ ബീച്ചിലേക്ക് പോവാം എന്ന് തീരുമാനിച്ചു. അവിടുന്ന് നേരെ ബീച്ചിലേക്ക് എത്തി. ബീച്ചിലെത്തിയതിനു ശേഷം നിരവധി ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഫാമിലിയായിട്ടും അല്ലാതെയായിട്ടും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആ ബീച്ച് എന്ത് രസമായിരുന്നു. കടൽ കാറ്റുകൾ വന്നടിക്കുന്നു. ഉപ്പിന്റെ ഗന്ധമുള്ള കാറ്റ്, തിരമാലകൾ മുകളിലേക്ക് കയറി വരുന്നു. വെയിലത്തെ ചൂടുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാക്കകൾ പറന്നു നടക്കുന്നു. എന്ത് രസമാണ്. ആ കടലിന്റെ തിരമാലയുടെ അടുത്ത് കുറച്ച് മുകളിലായിട്ട് ഇരുന്നു. ആ കാറ്റുകൾ കടലുകൾ തിര കയറി വരുന്നു. വന്ന്
കാറ്റിന്റെ ഭംഗി, തിരയുടെ സൗണ്ട് എല്ലാം ആസ്വദിക്കുന്നു. ആസ്വദിച്ച് കുറെ കഴിഞ്ഞപ്പോ കടലിന്റെ സൈഡേ നടക്കാമെന്ന് തോന്നി. അങ്ങനെ നടന്ന് കടലിന് അങ്ങേറ്റം ഇങ്ങനെ നടന്നു അതിന്റെ ഭംഗികളൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ആ ഐസ്ക്രീം കഴിക്കുന്നു. നല്ല ടേസ്റ്റ്, തണുത്ത ടേസ്റ്റ്, എന്ത് രസമാണ്. ആ ഐസ്ക്രീം ആസ്വദിച്ച് കഴിക്കുന്നു. കഴിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഷോപ്പിംഗ് ചെയ്യണമെന്നുള്ള കാര്യം ഓർത്തത്. അപ്പോൾ നേരെ പോയി ഒരു ഷോപ്പിൽ കയറി. കുട്ടികൾക്ക്, ഭർത്താവിനും, ഭാര്യയ്ക്കും, അങ്ങനെ എല്ലാവർക്കും ഓരോന്ന് വാങ്ങിച്ചു. വാങ്ങിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. തിരിച്ച് KSRTC ബസ്സിൽ കയറി ടിക്കറ്റൊക്കെ എടുത്തു നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിനകത്ത് ഗിഫ്റ്റുകളെല്ലാം അവർക്ക് കൊടുത്തതിന് ശേഷം എൻ്റെ മനോഹരമായ മുറിയിലേക്ക് പോയി. അവിടെ കിടന്ന് ഞാൻ ഇന്നത്തെ യാത്രയുടെ കാര്യങ്ങളെല്ലാം ഓർത്ത് വളരെയധികം സന്തോഷത്തിലായി. നമുക്ക് ശ്വാസത്തിലേക്ക് തിരിച്ചു വരാം. ശ്വാസം ഉള്ളിലോട്ടെടുക്കുന്നു, അവിടെ തന്നെ നിലനിർത്താം. ശ്വാസം പുറത്തേക്ക് വിടുന്നു, വീണ്ടും ശ്വാസം ഉള്ളിലോട്ടെടുക്കുന്നു, അവിടെ തന്നെ നിലനിർത്താം. വീണ്ടും ശ്വാസം താഴേക്ക് വിടുന്നു, കണ്ണുകൾ തുറക്കാം.